കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അടിയാന് ചെയ്ത ബഹുമാനത്തെക്കുറിച്ച് ദാവീദ് ഇനി എന്ത് പറയേണ്ടു, നീ അടിയാനെ അറിയുന്നുവല്ലോ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് ദാവീദ് ദൈവത്തോട് പറയുന്ന ഒരു വാക്യമാണ്. നീ അടിയാനെ അറിയുന്നുവല്ലോ എന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ എല്ലാ നിരൂപണങ്ങളും നമ്മുടെ എല്ലാ ചിന്തകളും കർത്താവ് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ ദാവീദിന് ഒരു ദിവസം ഒരു ആഗ്രഹം, ഞാനാണെങ്കിൽ ഇത്രയും ഒരു ദേവദാരു കൊണ്ടെല്ലാം പണിത നല്ലൊരു വീട്ടിൽ പണിയുമ്പോൾ തിരശ്ശീലയ്ക്ക് മറയിലിരിക്കുന്ന കർത്താവിൻ്റെ പെട്ടകത്തെ ഓർത്ത് ദാവീദ് ഏറെ വിഷമിച്ചു. അതുകൊണ്ട് കർത്താവിൻ്റെ പെട്ടകം വയ്ക്കുവാൻ ഒരു ആലയം പണിയണമെന്ന് തീരുമാനിച്ചു. തൻ്റെ ഹൃദയത്തിലുള്ള ആ ആഗ്രഹം നാഥാൻ പ്രവാചകനോട് ദാവീദ് പറയുകയാണ്. അപ്പോൾ പറയുമ്പോൾ പ്രവാചകന് അരുളപ്പാടുണ്ടായിട്ട് 17-ാമത്തെ അധ്യായത്തിൽ ദൈവം നാഥാൻ പ്രവാചകനോട് പറയുന്നതിന് ദാവീദിനോട് പറയുകയാണ്. 17-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിനും 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ അവനെ എൻ്റെ ആലയത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും നിലനിർത്തും, അവൻ്റെ സിംഹാസനവും എന്നേക്കും സ്ഥിരമായിരിക്കും. ഈ വാക്കുകളും ഈ ദർശനവും എല്ലാം നാഥാൻ ദാവീദിനോട് പറഞ്ഞു. അപ്പം തൻ്റെ തലമുറയെ ആ ഒരു ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിലനിർത്തുമെന്നുള്ള ആ ഒരു വാക്ക് നാഥാൻ പ്രവാചകന് ദൈവം പറഞ്ഞതായിട്ട് പറയുമ്പോൾ ദാവീദ് പറയുകയാണ്: അടിയാനെ ഓർക്കുവാൻ അടിയനെ അറിയുന്നുവല്ലോ എന്ന്. അപ്പോൾ കർത്താവ് നമ്മെ അറിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ എല്ലാം അറിയുന്ന ഒരു കർത്താവ് നമ്മുണ്ട്. അത് ദൈവനാമത്തിനും ദൈവ കാര്യങ്ങൾക്കുമായി ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ ഒരുപാട് അനുഗ്രഹിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ കാര്യങ്ങളും ദൈവരാജ്യ കെട്ടുമ പണിക്ക് ഒരു കല്ലെടുത്ത് ഒരു കെട്ടിടം പണിയുന്നവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഓരോ കല്ല് വയ്ക്കുന്നത് പോലെ ഓരോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യുവാൻ നാം പുറപ്പെടുമ്പോൾ നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും കർത്താവ് അറിയുന്നു. വായിച്ചു കേട്ട ആ ഒരു 14-ാമത്തെ വാക്യത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് തത്വമാണ്: തൻ്റെ തലമുറയെ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല എന്ന്. നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെതായ അനുഗ്രഹം കർത്താവ് നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്ക് നൽകുമെന്ന് ഈ വചനപ്രകാരം മനസ്സിലാക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ കർത്താവെ വാഴുന്ന സമയത്ത് കർത്താവെ നമുക്ക് വേണ്ടിയും കർത്താവെ നമ്മൾ ചാർന്നിരിക്കുന്നത് മാത്രമല്ല ദൈവരാജ്യത്തിൻ്റെ കർത്താവെ വ്യാപ്തിക്കായി എന്ത് ചെയ്യാമെന്ന് കർത്താവെ ഞങ്ങൾ ഓർത്ത് ഓരോരുത്തരും കർത്താവെ അങ്ങയുടെ പണിയിലായിരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.